ശശി തരൂരിനെ തിരുവനന്തപുരത്ത് നേരിടാൻ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും വരുമോ? വടക്കേന്ത്യൻ പത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അമിത്ഷാ അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ വരുമ്പോൾ കവടിയാർ പാലസിൽ പോകുമെന്ന്. ഇന്ന് ഞാനും കണ്ടു, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കണ്ടു അങ്ങനെ ഒരു വാർത്ത. അല്ല, BJP ആത്മഹത്യ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ഈ കവടിയാർ പാലസിൻ്റെയൊക്കെ റീച്ച് എന്താ? അതെ, നല്ല മനുഷ്യരാണ്, ഒരുപാട് കാശൊക്കെ ഉണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റും പരിഗണനയൊക്കെ എല്ലാവരും അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനപ്പുറം ജനകീയമായ ഒരു ഇമേജൊന്നും അവർക്കില്ല. ഇപ്പോഴും രാജകീയമായ ഇമേജാണ് അവർ തന്നെ കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആ ഒരു ഇമേജാണ്, ജനകീയ ഇമേജല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വട്ടപൂജ്യമായി പോകും അവർ. ഇപ്പോൾ ഇരിക്കുന്ന റാണിയെ മത്സരിപ്പിച്ചാലും പത്മശ്രീ പത്മയൊക്കെ കൊടുത്തത് അതുകൊണ്ടായിരിക്കാം, പത്മ കൊടുത്തത് അതുകൊണ്ടായിരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അവർ മനമര്യാദയായിട്ട് ജീവിച്ചു പോകുന്നൊരു കുടുംബമാണ്. അവരെ കുറേ തെറിയിപ്പിക്കാന്നല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതല്ലാതെ അവർക്ക് ഒരു ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടാനായിട്ട് എന്താ അവരുടെ ഒരു പാരമ്പര്യം? ഇപ്പോൾ ചിത്തിര തിരുനാളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ചിത്തിര തിരുനാളിനേക്കാൾ നല്ലൊരു പൊളിറ്റീഷ്യനും കൂടെയായിരുന്നു മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ഈ അവിവേകത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. നല്ലൊരു പൊളിറ്റീഷ്യനായിരുന്നു, നല്ല കുശാഗ്ര ബുദ്ധി, എവിടെ പിടിച്ചാൽ എവിടെ നടക്കും എന്ത് നടക്കും എന്നൊക്കെ അറിയാവുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല. പുള്ളിക്കില്ലാത്ത സൗഹൃദങ്ങളുമില്ല, ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്നു. അതെ, വളരെ ജനകീയനായിരുന്നു. ഇതിൽ കൂടുതൽ വിവാദ നായകനുമായിരുന്നു. മറ്റേ നിലവറകൾ തുറക്കുന്ന കേസും സംഗതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വിവാദ നായകനായിരുന്നു. ത്രൂ ഔട്ട് ആ വിവാദത്തിൽ ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം ജയിച്ചു. ഫൈനലി ആ കേസ് ജയിച്ചത് അദ്ദേഹമാണ്. അത് പറഞ്ഞു നന്നായി. അതിന് കാരണമായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മൗനമാണ്. അതെ, അല്ല TG പെട്ടെന്ന് മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ, പ്രേക്ഷകർ ചിലർ പഴയ മാർത്താണ്ഡവർമ്മയെ ഓർത്തു പോകുമായിരുന്നു. പഴയ മാർത്താണ്ഡവർമ്മ എത്രയോ കാലം കഴിഞ്ഞു, പുതിയ ഡീറ്റെയിൽ വന്നപ്പോഴത്തേക്ക് മാറി. അമിട്ടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അദ്ദേഹവും ഈ അവിവേകത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ല. അദ്ദേഹത്തിന് വളരെ എളുപ്പമായിരുന്നു. ഏത് പാർട്ടി വേണമെങ്കിലും, LDF, UDF, BJP, ഏത് പാർട്ടിയും അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു, അദ്ദേഹം ജയിക്കുമായിരുന്നു. ഹി വാസ് പോപ്പുലർ. അങ്ങനൊരു പോപ്പുലാരിറ്റി ഇവർക്കില്ല. അതുകൊണ്ട് BJP ഇവരെ ഫീൽഡ് ചെയ്യുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്, വിത്തൗട്ട് ഹാവിങ് എനി ബാഡ് ഫീലിംഗ് അഗൈൻസ്റ്റ് ദർ ഫാമിലി. അല്ല, ഉത്തരേന്ത്യയിലൊക്കെ ചിലപ്പോൾ ചിലയിടത്തൊക്കെ വിജയിച്ചു. ഇപ്പോൾ ദിയ രാജകുമാരിയൊക്കെ മത്സരിച്ചു എന്നൊക്കെ പറയുന്ന പോലെ. അതെ, ചില നേരത്തെ മുതൽ സ്വാതന്ത്ര്യാനന്തരം നിങ്ങൾ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് ഈ ഗ്വാളിയറിൽ സംഭവിച്ചത്. അതെ, രാജമാതാ വിജയരാജ സിന്ധ്യ, അത് കഴിഞ്ഞിട്ട് മാധവറാവു സിന്ധ്യ, അത് കഴിഞ്ഞിട്ട് ജ്യോതിരാദിത്യ സിന്ധ്യ, അപ്പുറത്ത് ഇവർ വസുന്ധര രാജെ, ഇവരൊക്കെ ആ ഗ്വാളിയർ രാജകുടുംബത്തിൻ്റെ പച്ചയിൽ അങ്ങനെ അങ്ങ്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷവും അവർ പൊതുപ്രവർത്തനം തുടർന്നു, ജനങ്ങളുമായിട്ടുള്ള ബന്ധം തുടർന്നു. അത് അപൂർവം പേർക്കേ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള രാജകുടുംബങ്ങളെല്ലാം, കൊച്ചി രാജാവ് എവിടെ പോയി, സാമൂതിരി എവിടെ പോയി, ഇത് തുടർന്നിരുന്നെങ്കിൽ ഇപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ പാരമ്പര്യത്തിൽ ഇങ്ങനെ ജനങ്ങളുമായിട്ട് ബന്ധം വെച്ച ഒരാൾ തുടർന്ന് നോക്കിയ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് അയാൾ ഹീറോ ആയിട്ട് മാറും. ഈ രാജാക്കന്മാരോട്, പ്രത്യേകിച്ച് കേരളത്തിലെ രാജാക്കന്മാരോടൊന്നും പൊതുജനങ്ങൾക്ക് ഒരു വിരോധവുമില്ല. വെറുതെ കുറേ കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ ഒരു രാജാവെന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളിയാണെന്ന് പറയുന്നതല്ലാതെ അനുഭവത്തിൽ ഇവരൊക്കെ പ്രജാക്ഷേമ താല്പര്യരായിരുന്നു. അവിടെ ഇവിടെ എന്തെങ്കിലും പോകുന്ന പോരായികൾ ഉണ്ടാവാം. ബട്ട് ബൈ ആൻഡ് ലാർജ് അവർ വളരെ പോപ്പുലറായിരുന്നു ജനങ്ങളുടെ ഇടയ്ക്ക്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്തി. 1947 ശേഷം പൊതുരംഗത്ത് നിങ്ങളില്ല. തിരുവിതാംകൂർ രാജകുടുംബം ഇല്ല, കൊച്ചി രാജകുടുംബം ഇല്ല, സാമൂതിരി ഇല്ല. വോഡയാർ കുറക്കാലം മൈസൂരിൽ പിടിച്ചു നിന്നിരുന്നു, പിന്നെ ഇപ്പോൾ കേൾക്കാനില്ല. അതെ അതെ, വോഡയാർ കുറക്കാലം പിടിച്ചു നിന്നതാണ്. തമിഴ്നാട്ടിലെ രാജാക്കന്മാരെവിടെ ഒക്കെ പോയി. അല്ല TG, ഞാനൊരു സംശയം ചോദിക്കുന്നത്, ഇപ്പം ഇംഗ്ലീഷ് പത്രങ്ങളിൽ കേരളത്തിൽ നിന്നല്ല, ഡേറ്റ് ലൈൻ കേരളത്തിന് പുറത്താണ്, അങ്ങനൊരു വാർത്ത വരുന്നത് വെറുതെ ഒന്നും കാണാതെ ആവില്ല. അപ്പോൾ കേരളത്തിൽ BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലേ? ശശി തരൂരിനെ തോൽപ്പിക്കാൻ പ്രയാസമാണെന്ന് രാജഗോപാൽ പറഞ്ഞില്ലേ? രാജേട്ടൻ അത് വെറുതെ പറഞ്ഞതല്ല.
കാരണം 3 തവണ അയാൾ ജയിച്ചു വരുന്നു. രാജേട്ടൻ്റെ അടുത്ത് തോറ്റത് രാജേട്ടൻ തോറ്റത് 15,000 വോട്ടിനാണ്. കുമ്മനം തോറ്റത് 96,000 വോട്ടിനാണ്. മനസ്സിലായി? അപ്പോൾ തരൂർ കൂടുതൽ ശക്തനായിട്ട് വരികയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. ഞാൻ പറയുന്നത് BJP തരൂരിനെ അങ്ങ് എടുക്കുക. എനിക്ക് 2 രീതിയിലാണ്. നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ പിന്നെ തോളത്ത് കൈയിടുക, അങ്ങനെ തോൽപ്പിക്കാനാണ്. അപ്പോൾ ശശി തരൂരിനെ തന്നെ എടുത്തിട്ട് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കരുത്. തിരുവനന്തപുരത്ത് ക്രെഡിബിലിറ്റി പോകും. കാരണം ശശി തരൂർ BJPയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്ന നഷ്ടം മുസ്ലിം വോട്ടുകളുടെയാണ്. അതെ. അപ്പോൾ അത് നോക്കിയിട്ട് ശശി തരൂരിനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റും. ശശി തരൂർ വേറൊരു സ്ഥലത്ത് ജയിക്കും, നിങ്ങൾക്ക് 2 സീറ്റായി. പിന്നെ തൃശ്ശൂർ സുരേഷ് ഗോപി 3ാമത്തെ സീറ്റായി. ഇങ്ങനെയൊക്കെ ചെയ്യാം. ശശി തരൂർ തിരുവനന്തപുരം വിട്ട് വേറെ അവിടെ മത്സരിച്ചാൽ ജയിക്കുമോ? BJPയിൽ ചേർന്ന് മത്സരിക്കണം. കോൺഗ്രസിൽ ശശി തരൂർ ഇനി തിരുവനന്തപുരം അതിനുള്ള പോസിബിലിറ്റി ഉണ്ടോ കേരളത്തിൽ തരൂരിന്? എന്തുകൊണ്ടില്ല? തിരുവനന്തപുരം വിട്ടാൽ തിരുവനന്തപുരം വിട്ടാൽ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ തന്നെ കോൺഗ്രസ് ആയിട്ട് മത്സരിച്ച ആൾ നമ്മുടെ മുമ്പിൽ തന്നെ BJP ആയിട്ട് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അതിൽ. പക്ഷേ പാർട്ടി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ നിയോജകമണ്ഡലം വിടണം, വേറെ നിയോജകമണ്ഡലത്തിൽ. ഈ തരൂർ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നത്? വേറെ എവിടെ എന്താ ചെയ്യേണ്ടത്? BJP ചേർന്നൂടെ? BJP ചേർത്തിട്ടില്ല ഇതുവരെ. പലതവണ സിഗ്നലൊക്കെ കൊടുത്തെങ്കിലും ചേർത്തിട്ടില്ല. കാരണം അതാ സുനന്ദ പുഷ്കർ ഇഷ്യൂവിൽ വല്ലാതെ വഷളായത്. മാത്രമല്ല ഈ ലാറ്ററൽ എൻട്രിക്ക് BJPയിൽ ഭയങ്കരമായ തടസ്സമുണ്ടാവും. ഇപ്പോൾ ശശി തരൂരിനെ BJPയിൽ എടുത്ത് ശശി തരൂർ തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നേതാക്കളുടെ നടുക്കമുണ്ടല്ലോ. തൊട്ടിപ്പുറത്ത് ആറ്റിങ്ങൽ മുരളീധരനുണ്ട്. മുരളീധരന് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാം. എന്താ മത്സരിക്കാത്തത്? തോൽക്കും ഉറപ്പാണ്. എന്തെങ്കിലും സാധ്യതയുള്ളത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി. അല്ല, മുമ്പൊരിക്കൽ K സുധാകരൻ BJPയിൽ ചേരുന്നു എന്നൊരു കഥയുണ്ടായിരുന്നു. K സുധാകരൻ ചേരാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. ഞാനതിനെ സ്വാഗതം ചെയ്യും. തരൂരും ചേർന്നേക്കാം. തരൂര് ചേർന്നേക്കാം. കാരണം അദ്ദേഹത്തിന് ഒരു വിശ്വപൗരൻ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. വിശ്വപൗരനൊക്കെ ഇരിക്കട്ടെ എന്ന് അയാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പോപ്പുലാരിറ്റി ആണ് കേരളത്തിലുണ്ടാക്കി. അങ്ങനെയുള്ള ആൾക്ക് ഇനി കോൺഗ്രസിൽ ഒരു ഭാവിയില്ലല്ലോ. പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം രാമക്ഷേത്രത്തിൻ്റെ ഫോട്ടോ ട്വീറ്റ് ചെയ്ത ഏക കോൺഗ്രസ്സുകാരൻ തരൂരാണ്. ബാക്കി വടക്കുള്ള പലരും ഒക്കെ ചെയ്തു, അതുപോട്ടെ, അത് വേറൊരു സെക്ഷനാണില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശശി തരൂരാണ് ബോൾഡായിട്ട്. മാത്രമല്ല അതിനു മുമ്പ് ശശി തരൂർ പറഞ്ഞു പ്രാണപ്രതിഷ്ഠാ ദിവസം പോകണ്ട എന്നൊരു ജനറൽ തീരുമാനമുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ബട്ട് നിയറസ്റ്റ് അവൈലബിൾ മൊമെൻറ്റ് ഞാൻ അവിടെ പോകുന്നു. ഇതൊക്കെ BJPക്ക് കൊടുക്കുന്ന സിഗ്നൽസാണ്. BJPക്ക് ഇത് മനസ്സിലാകാഞ്ഞിട്ടല്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ BJP നേതാക്കൾ ആയിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ലാറ്ററൽ എൻട്രി റെസിസ്റ്റ് ചെയ്യുന്നത് ലോക്കൽ. അല്ല, കോൺഗ്രസിൽ തരൂരിന് ഇനി ഭാവിയുണ്ടോ? വലിയ ഭാവിയൊന്നുമില്ല. ഇപ്പോൾ ഈ 2019 തെരഞ്ഞെടുപ്പും കൂടെ കഴിയുമ്പോഴുണ്ടല്ലോ തീർച്ചയായിട്ടും കോൺഗ്രസ് ക്ഷയിക്കാൻ. തരൂരിന് അബദ്ധം പറ്റിയതായിരിക്കും അല്ലേ? 2014 ഇങ്ങനെ മോദി എന്നുള്ള പ്രതിഭാസം ഉണ്ടായി ഒരു സർക്കാർ ഉണ്ടാവുകയും പുതിയ കരുതി കാണത്തില്ലായിരിക്കും. ഇല്ലില്ല, അതൊക്കെ കരുതിയിരുന്നു. ബട്ട് ഈ തരൂരിൻ്റെ ഈ ലൂസ് ഇതുണ്ടല്ലോ, തരൂർ ബേസിക്കലി ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യനല്ല, ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ്. അതാണ് തരൂരിൻ്റെ ഒരു പരിമിതി, ഡ്രോബാക്ക്. ഇന്ത്യൻ പൊളിറ്റീഷ്യൻ അങ്ങനെയല്ല. ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആവാനായിട്ട് ശശി തരൂർ ശ്രമിച്ച് ഇതുവരെ സംഭവിച്ചിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന്, പുള്ളി ജുബ്ബ ഇടുന്നു, അത് തന്നെ കളർ ജുബ്ബയാകുന്നു, വെളുത്ത ജുബ്ബ ഇടുന്നില്ല, അതൊരു പോരായ്മയാണ്. വേറൊന്ന്, പുള്ളിയുടെ വയറ് ചാടി വരുന്നു. കഴിഞ്ഞൊരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇത് കണ്ടിട്ട് കേരളത്തിലെ ഒരു ദിവ്യൻ എന്നെ വിളിച്ചു, നിങ്ങളങ്ങനെ വിചാരിക്കരുത്, ആ വയറ് വന്നോട്ടെ എന്നാണ് ശശി തരൂർ ചിന്തിക്കുന്നത്. കാരണം ഈ കോൺഗ്രസ് പൊളിറ്റീഷ്യൻസിന് സാമാന്യം എല്ലാവർക്കും കുടവയറുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ കുടവയറ് കണ്ടിട്ടുണ്ട്. വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നതിൻ്റെ ഞാൻ ഈ നവകേരള യാത്ര വന്നപ്പോഴാണ് മന്ത്രിമാരുടെ കുടവയറ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഏറ്റവും വലിയ കുടവയറൻ സജി ചെറിയാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, VN വാസവനാണ്. ഇവർ 2 പേരും കൂടെ നടന്നു വരുന്നു നവകേരള യാത്ര. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ഒരു 2 ഇഞ്ച് മുമ്പിലാണ് VN വാസവൻ്റെ വയറ് നിൽക്കുന്നത്. 3ാം സ്ഥാനമേ ഉള്ളൂ ആൻ്റണി രാജുവിന്. അപ്പോൾ ഇയാൾ എന്നെ അഡ്വൈസ് ചെയ്ത ആൾ പറയുന്നത്, മോഹൻദാസ് അബദ്ധം പറയരുത്, ശശി തരൂർ ആ കുടവയറ് വന്നോട്ടെ എന്ന് വിചാരിച്ച് ഉഴപ്പി വിടുകയാണ്. കാരണം ഇന്ത്യൻ പൊളിറ്റീഷ്യന് കുടവയറ് വേണം.
അതിൽ പണ്ട് പറയായിരുന്നു ആണുങ്ങൾക്ക് കുടുംബ വെടിക്കല കഷണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ കഷണ്ടി കൊടു മറ്റേ പുറകിൽ മറുക് വെടികൊണ്ട പാട് ഒക്കെ പറഞ്ഞാൽ കുടവേർ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒഴിവാക്കാൻ പറ്റും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പുള്ളി ബുദ്ധിമുട്ടി ഒരു വയറുണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴാണ് മോഹൻദാസ് പറയുന്നത് ജിമ്മിൽ പോകണം, ഇതെന്ത് പരിപാടിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തരൂരിനറിയാം തരൂരിൻ്റെ പാട്. അതെ. അപ്പോൾ ഏതായാലും അദ്ദേഹം ഈ രണ്ട് കാര്യമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആവാനായിട്ട് ഒരുപാട് സമയമെടുക്കും ശശി തരൂർ. അതുകൊണ്ട് വലിയൊരു പാർട്ടിയിൽ ചെറിയൊരു മനുഷ്യനായിട്ട് നിൽക്കുന്നതാണ് തരൂരിന് നല്ലത്. ഏതായാലും അമിത്ഷാ കവടിയാർ പാലസിൽ പോകുന്നതിലും നല്ലത് തരൂരിനെ ഒന്ന് കടാക്ഷിക്കുന്നതായിരിക്കും. അതെ, തരൂർ ഇങ്ങനെ കടാക്ഷത്തിനായിട്ട് കാത്തു നിൽക്കും, വേടാമ്പലിനെ പോലെ. അതെ, ഒന്ന് നോക്കിയാൽ അതായിരിക്കും നല്ലത്. അല്ലാതെ ഈ പറഞ്ഞ റോയൽ ഫാമിലി എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതാമെന്നുള്ളതല്ലാതെ. അല്ല, അമിത്ഷായുടെ ഈ ബുദ്ധിയൊക്കെ ഉപദേശിക്കാൻ തോന്നുന്ന ആളുകളെ സമ്മതിക്കണം. അല്ല, ഇത് പലപ്പോഴും ബുദ്ധി ഉപദേശിക്കുന്നത് അവനവൻ്റെ ആവശ്യത്തിനാണ്, അല്ലാതെ അമിത്ഷാ നന്നാവാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം തടി നന്നാവാനാണ്. പിന്നല്ലാതെ പല വിധത്തിൽ ചില സ്ഥാനാർത്ഥി വരാനും വരാതിരിക്കാനും. അതെ, ഇപ്പോൾ റോയൽ ഫാമിലി എന്നൊരാൾ വരും എന്ന് തോന്നിയെന്ന് വെച്ചോ, അയാളെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ഈ വാർത്ത കൊടുത്ത് വഷളാക്കും. ഇത് കേട്ട് കഴിയുമ്പോൾ കുറേ പേര് എന്ത് രാജാവ് പോടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതുമൊക്കെ ചെയ്ത് അവസാനം ഇയാൾ പേടിച്ചിട്ട് പറയും ഞാനില്ല ചേട്ടാ എന്ന് പറയും. അതൊരു സ്ട്രാറ്റജി ആയിരിക്കും. കാരണം കേരളത്തിന് പുറത്ത് രണ്ട് മൂന്ന് നാഷണൽ ഡെയിലിയിൽ കേരളത്തിന് പുറത്തുള്ള ഡേറ്റ് ലൈനിൽ വാർത്ത വരും. മലയാള പത്രങ്ങളിലില്ല. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരുടെ നീക്കങ്ങൾ വളരെ ഈ സാമർഥ്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ. ശരി, ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.